ഹായ്. ഇപ്പൊ നമ്മളെല്ലാവരും ഇൻസ്റ്റാഗ്രാം ഉപയോഗിക്കുന്നവരാണ്. അപ്പോൾ ഇൻസ്റ്റാഗ്രാമിൽ നമ്മൾ ഒരുപാട് പോസ്റ്റും അപ്ലോഡ് ചെയ്യാറുണ്ട്. അപ്പോൾ അതിൽ നമ്മൾ ഹാഷ്ടാഗുകൾ ഉപയോഗിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളൊരു പോസ്റ്റ് ചെയ്യുന്ന സമയത്ത് അതിൽ കൃത്യമായിട്ടുള്ള ഏതൊക്കെ ഹാഷ്ടാഗ്സ് ആണ് ഉപയോഗിക്കേണ്ടത് എന്നുള്ളതിന് നമുക്കൊരു ചെറിയൊരു ടൂൾ ഉണ്ട്. ഒരു ഗൂഗിൾ എക്സ്റ്റൻഷൻ ആണ് അത്. അപ്പോൾ അതിനെക്കുറിച്ചാണ് നമ്മുടെ ഇന്നത്തെ വീഡിയോ. അപ്പോൾ വീഡിയോയിലേക്ക് പോകുന്നതിന് മുന്നേ എല്ലാവരും നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. അതേപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതിന് നമ്മൾ ആദ്യം തന്നെ നമ്മുടെ ക്രോം ഓപ്പൺ ചെയ്യുക. എന്നിട്ട് നമ്മൾ ക്രോമിൽ കീവേഡ് എവരിവെയർ എന്ന് സെർച്ച് ചെയ്ത് കൊടുക്കുക. അതിനുശേഷം നമ്മൾ ക്രോമിൽ ഈ റിസൾട്ട് വരും. എന്നിട്ട് നമ്മൾ നേരെ ക്രോമിൻ്റെ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഈ ഒരു എക്സ്റ്റൻഷൻ ഈ ക്രോമിലേക്ക് ആഡ് ചെയ്യാനുള്ള ഒരു ഓപ്ഷൻ ഉണ്ടാവും. എന്നിട്ട് നമ്മളിവിടെ ഇത് ക്രോമിലേക്ക് നമ്മൾ ആഡ് ചെയ്ത് കൊടുക്കുക. ഇവിടെ ഞാൻ ഓൾറെഡി ആഡ് ചെയ്തതിനെ കൊണ്ടാണ് റിമൂവ് എന്ന് കാണിക്കുന്നത്. അതിനുശേഷം നമ്മൾ വീണ്ടും ഗൂഗിൾ എടുക്കുക. എന്നിട്ട് ഗൂഗിളിൽ നമ്മൾ ഇൻസ്റ്റാഗ്രാം എന്ന് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ഇങ്ങനെ ഇൻസ്റ്റാഗ്രാമിൽ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് തന്നെ നമുക്കിവിടെ സൈഡിൽ കാണാൻ കഴിയും ആ പ്ലാനർ നമുക്കിവിടെ വർക്കാവുന്നത്. ഇത് നമുക്ക് പെയ്ഡായിട്ടും ഉപയോഗിക്കാവുന്നതാണ്. പെയ്ഡാകുമ്പോൾ കുറച്ചും കൂടെ അധികം ഓപ്ഷൻസ് നമുക്ക് കിട്ടുന്നതായിരിക്കും. ഇപ്പോൾ നമുക്ക് അതിൻ്റെ ആവശ്യമില്ല. നമ്മൾ ഇൻസ്റ്റാഗ്രാം നേരെ ഓപ്പൺ ചെയ്യുകയാണ്. ഇൻസ്റ്റാഗ്രാം ഓപ്പൺ ചെയ്യുന്ന സമയത്ത് തന്നെ നമുക്ക് സൈഡിൽ സാധാരണ കാണുന്ന പോലെ ഹോം, സെർച്ച് എന്നുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ടാവും. അതിൻ്റെ നേരെ താഴത്ത് നമുക്ക് നോക്കുമ്പോൾ കാണാൻ പറ്റും എക്സ്ട്രാ 2 ഓപ്ഷൻസ്, അതായത് ജനറേറ്റ് ഹാഷ്ടാഗ്, അതേപോലെ ഹാഷ്ടാഗ് മെട്രിക്സ് എന്ന് ഇങ്ങനെ 2 ഓപ്ഷൻസ് നമുക്ക് കാണാൻ പറ്റും. ഇതിലിപ്പോൾ നമുക്ക് ഏറ്റവും കൂടുതൽ ഉപകാരപ്പെടുക എന്നുള്ളത് ജനറേറ്റ് ഹാഷ്ടാഗ് എന്നുള്ളതാണ്. ഈ ഹാഷ്ടാഗ് മെട്രിക്സ് എന്നുള്ളത് നമുക്ക് അധികം യൂസ് ആയിട്ട് വരുന്നില്ല. എന്നിട്ട് നമ്മളിവിടെ ജനറേറ്റ് ഹാഷ്ടാഗ് നമ്മൾ കൊടുക്കുകയാണ്. അത് കൊടുക്കുന്ന സമയത്ത് ഇപ്പോൾ നമ്മൾ ഏത് തരത്തിലുള്ള പോസ്റ്റാണ് നമ്മൾ ചെയ്യുന്നത്, അപ്പോൾ ആ ഒരു പോസ്റ്റുമായി ബന്ധപ്പെട്ടുള്ള ഒരു കീവേഡ് നമ്മളിവിടെ സെർച്ച് ചെയ്ത് കൊടുക്കുക. ഇപ്പോൾ ഇവിടെ ഞാൻ ഫാഷൻ എന്നാണ് അടിച്ചു കൊടുക്കാൻ പോകുന്നത്. ഇപ്പോൾ ഫാഷനുമായി ബന്ധപ്പെട്ടാണെങ്കിൽ നമ്മൾ ആ ഒരു കീവേഡ് മാത്രം നമ്മളിവിടെ ടൈപ്പ് ചെയ്ത് കൊടുക്കുക. അപ്പോൾ നമ്മളങ്ങനെ ടൈപ്പ് ചെയ്ത് കൊടുക്കുന്ന സമയത്ത് നമുക്ക് ഇതിൻ്റെ തൊട്ടപ്പുറത്ത് തന്നെ ജനറേറ്റ് എന്നുള്ള ബട്ടൺ കാണാം. അത് ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. ആ ക്ലിക്ക് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നേരെ താഴോട്ട് സ്ക്രോൾ ചെയ്യുന്ന സമയത്ത് ഇൻസ്റ്റാഗ്രാമിൽ ആ ഒരു കീവേഡുമായിട്ട് ബന്ധപ്പെട്ട് ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന ഹാഷ്ടാഗ്സ് ഇവിടെ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതേപോലെ തന്നെ നമുക്കിവിടെ വേറെ എന്തെങ്കിലും ഇപ്പോൾ കേരള എന്ന് അടിച്ചു കൊടുക്കുകയാണെങ്കിൽ കേരളത്തിൽ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന കീവേഡ്സ് ഏതാണെന്നുള്ളത് നമുക്കിവിടെ കാണാൻ പറ്റും. അതിൽ എത്ര അധികം പോസ്റ്റുകൾ വരുന്നുണ്ട് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഇപ്പോൾ ഇതേപോലുള്ള കീവേഡ്സ് ഉപയോഗിച്ചിട്ട് നമ്മൾ ഹാഷ്ടാഗ് ജനറേറ്റ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമ്മുടെ പോസ്റ്റുകൾ കൂടുതൽ റീച്ച് ആവാനുള്ള സാധ്യത കൂടുതലാണ്. ഇതേപോലെ നമ്മൾ വ്യക്തമായൊരു പ്ലാനോട് കൂടി കീവേഡ്സ് എല്ലാം ജനറേറ്റ് ചെയ്തിട്ട് നമ്മൾ ഒരു പോസ്റ്റ് അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് നല്ലൊരു റിസൾട്ട് തന്നെ ഉണ്ടാകുന്നതായിരിക്കും. പിന്നെ നമ്മൾ ഈ ഒരു ഹാഷ്ടാഗ്സ് എല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്കിവിടെ ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റും. അതിപ്പോൾ എക്സൽ ആയിട്ടാണെങ്കിൽ എക്സലിലേക്ക് നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. ഇനി PDF ആയിട്ടാണ് വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് PDF ഫയലായിട്ടും നമുക്ക് ഡൗൺലോഡ് ചെയ്തെടുക്കാം. അത് നിങ്ങൾക്ക് ഏത് രീതിയിലാണോ വേണ്ടത് ആ ഒരു രീതിക്ക് അനുസരിച്ചിട്ട് നിങ്ങൾക്ക് തന്നെ അത് ഇവിടുന്ന് ഡൗൺലോഡ് ചെയ്തെടുക്കാവുന്നതാണ്. വെറും ഒരു ക്ലിക്കിനുള്ളിൽ തന്നെ പെട്ടെന്ന് തന്നെ നമുക്കെല്ലാം കൃത്യമായ ഒരു ഓർഡർ തന്നെ നമുക്ക് കിട്ടും. അത് നമ്മൾ പിന്നീട് അവിടെ നിന്ന് കോപ്പി എടുത്തതിന് ശേഷം നമ്മൾ ഇൻസ്റ്റാഗ്രാമിലേക്ക് പേസ്റ്റ് ചെയ്താൽ മതി. അപ്പോൾ നമ്മൾ ഒരിക്കൽ കൂടി പറയുകയാണ്, നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, അതുപോലെ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക.